ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള എൻഡിഎയുടെ യോഗം ഡൽഹിയിൽ ബിജെപി ആസ്ഥാനത്ത്. യോഗത്തിൽ പ്രധാനമന്ത്രി അടക്കമുള്ളവർ പങ്കെടുക്കും. യോഗത്തിന് ശേഷം ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം നാളെ ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റു വിവരങ്ങൾ എങ്ങനെ? ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ചൂടിലേക്ക് കടക്കുമ്പോൾ മുന്നണികൾ സ്ഥാനാർത്ഥി നിർണയവും സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട തിരക്കുകളിലാണ്. ഇന്ന് ബിജെപി ആസ്ഥാനത്ത് ഓരോ സംസ്ഥാനങ്ങളിലെയും പ്രധാനപ്പെട്ട നേതാക്കളുടെ യോഗം, ദേശീയ നേതൃത്വവുമായുള്ള യോഗം ചേരുന്നുണ്ട്. അതിനുശേഷമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നത്. ആ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബിജെപിയുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദ, സംഘടനാ ജനറൽ സെക്രട്ടറി BL സന്തോഷ്, ഒപ്പം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BS യെദ്യൂരപ്പ തുടങ്ങിയവർ പങ്കെടുക്കും. ഈ യോഗത്തിൽ ബിജെപിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് A+ മണ്ഡലങ്ങളിൽ, ഒപ്പം 2014-ലും 2019-ലും പാർട്ടി പരാജയപ്പെട്ട മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുക എന്ന പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രത്യേക സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് ആ മണ്ഡലങ്ങളിൽ പ്രത്യേക പ്രചാരണം നടത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി ആ മണ്ഡലങ്ങളിലുമായിരിക്കും ആദ്യഘട്ടത്തിൽ ഏകദേശം 150ഓളം മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ഇതിനോടകം തന്നെ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണവും പ്രഖ്യാപനവും ബിജെപിയുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായി വരേണ്ടതുണ്ട്. കേരളത്തിലെ A+ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയവും സംബന്ധിച്ചും ഇന്ന് ചേരുന്ന ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ഒരു തീരുമാനമുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കൾ, സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളും ബിജെപി ദേശീയ ആസ്ഥാനത്തുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ബിജെപിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം അത് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അംഗീകാരം നൽകുന്നതോടുകൂടി നാളെയോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലോ തന്നെ ആദ്യ സ്ഥാനാർത്ഥി പട്ടികയുടെ പ്രഖ്യാപനവും ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ശരി ജിഷ്ണു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള NDAയുടെ യോഗം ഡൽഹിയിൽ ബിജെപി ആസ്ഥാനത്ത്. യോഗത്തിൽ പ്രധാനമന്ത്രി അടക്കമുള്ളവർ പങ്കെടുക്കുന്നു. യോഗത്തിന് ശേഷം ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.